നമസ്കാരം. പസഫിക് സമുദ്രത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഉരുക്കു മതിലുകൾ ഗൾഫിലേക്ക് കുതിക്കുന്നു. വെറുമൊരു കപ്പൽ നീക്കമല്ലിത്. ലോകരാഷ്ട്രീയത്തിൽ കനൽ വിതയ്ക്കുന്നൊരു നീക്കം. എണ്ണസമ്പന്നമായ പശ്ചിമേഷ്യയുടെ മണ്ണിൽ ഒരു യുദ്ധത്തിന്റെ വെടിമരുന്ന് മണക്കുന്നുണ്ടോ എന്ന ഭയത്തിലാണ് ലോകം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരിപ്പോൾ പരസ്പരം ഉന്മൂലന ഭീഷണി മുഴക്കുന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു വശത്ത് ജൂണിൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ സംയമനം പാലിച്ചു. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ ഞങ്ങളുടെ സൈന്യം മടിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകുമ്പോൾ, മറുഭാഗത്ത് ആരോടും കൂസലില്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ ഞെട്ടിക്കുന്നു. എന്നെ വധിച്ചാൽ ഇറാനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ ഉത്തരവുകൾ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ഗൾഫ് മേഖല ശരിക്കും ഒരു വെടിമരുന്ന് കൂമ്പാരമായി മാറുകയാണ്. സൗത്ത് ചൈന കടലിൽ നിന്ന് പോർ വിമാനവാഹിനി USS എബ്രഹാം ലിങ്കണും അതിന് അകമ്പടിയായി 3 യുദ്ധക്കപ്പലുകളും ഇപ്പോൾ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമുദ്രമേഖലയിൽ പ്രവേശിച്ചു എന്ന വാർത്ത കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന ഭയം കൂട്ടുന്നു. യുദ്ധത്തിന്റെ ശംഖൊലി മുഴങ്ങുന്നതുപോലെ ഒരു പ്രതീതിയാണ് ഈ നീക്കങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിനിടെ വാൾ സ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിൽ അബ്ബാസ് അറാഗ്ചി ചില ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇറാനിലെ പ്രക്ഷോഭം 72 മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നും പിന്നീട് രാജ്യമെങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സായുധ കലാപകാരികളാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരിൽ ഇറാനുള്ള ലോക സാമ്പത്തിക ഫോറത്തിലേക്കുള്ള ക്ഷണം റദ്ദാക്കിയത് ഈ സാഹചര്യത്തിൽ വലിയ വാർത്തയായിരുന്നു. ഇത് അമേരിക്കൻ പക്ഷത്തിന്റെ സമ്മർദ്ദ തന്ത്രമായി ഇറാൻ കാണുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ ലക്ഷ്യമിട്ടാൽ അതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖമേനിക്കെതിരെ കൈയോങ്ങുന്ന ആള് ആരാണെങ്കിലും അവരുടെ കൈ വെട്ടുമെന്നും അവരുടെ ലോകം ചുട്ടുചാമ്പലാക്കുമെന്നാണ് ഇറാൻ സായുധ സേനയുടെ വക്താവ് തീപ്പൊരി വാക്കുകളിൽ പ്രതികരിച്ചത്. ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന്റെ പേരിൽ ഇറാനെ ആക്രമിക്കുമെന്ന് തുടർച്ചയായി ഭീഷണി മുഴക്കുകയും ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ട്രംപിന്റെ വാക്കുകൾക്ക് ഈ പ്രതികരണങ്ങൾ കൂടുതൽ ശക്തിയേകുന്നു. കഴിഞ്ഞ ആഴ്ച ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ട് തണുപ്പിച്ച അന്തരീക്ഷം ഇപ്പോൾ വീണ്ടും കലങ്ങി മറിയുകയാണ്. എണ്ണസമ്പന്നമായ ഗൾഫ് മേഖലയ്ക്ക് മുകളിൽ ഒരു വലിയ കാർമേഘം പോലെ യുദ്ധഭീതി ഉരുണ്ടുകിടക്കുന്നു. ഈ തീവ്രമായ സാഹചര്യം എങ്ങോട്ട് നയിക്കും? ലോകത്തിനൊരു പുതിയ യുദ്ധത്തിന്റെ ഭാരം താങ്ങാൻ കഴിയുമോ? അങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ്. അതേസമയം ഗൾഫിന്റെ തീരങ്ങളിൽ നിന്ന് ആശങ്കയുടെ നിഴൽ നീങ്ങുന്നില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തി ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അതിന് പിന്നാലെയാണ് ഇറാനെ തീർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് മുന്നിട്ടിറങ്ങിയത്. ഇതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ താവളങ്ങളിൽ നിന്ന് അമേരിക്ക സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയതായി നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രാദേശിക സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഖത്തറിലെ പ്രധാന വ്യോമത്താവളമായ അൽ ഉദൈദിൽ നിന്ന് സൈന്യത്തോട് മടങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നത്.